പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ് തങ്ങളെന്ന് അക്കമിട്ട് തെളിയിച്ചിരിക്കുകയാണ് ബോയ്സ്. പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്ന് ഊഹിക്കാലോ. യെസ്, മഞ്ഞുമൽ ബോയ്സ്. സീൻ മാറ്റുമെന്നവർ പറഞ്ഞു, സീൻ മാറ്റി. മലയാള സിനിമയ്ക്ക് ഇതുവരെ എത്തിപ്പിടിക്കാൻ കഴിയാതിരുന്ന 200 കോടി എന്ന സംഖ്യ മഞ്ഞുമൽ ബോയ്സ് വെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അന്ന് സുഷിൻ പറഞ്ഞപ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് അത് നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. വലിയ സൂപ്പർ സ്റ്റാറുകൾ ഒന്നുമില്ലാതെ തന്നെ ഒരു മലയാള സിനിമ ഇത്തരമൊരു ഉയരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കുറിച്ചു വെച്ചോളൂ, മലയാള സിനിമയുടെ ഇനിയുള്ള പോക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണെന്ന്. ഏറ്റവും സുവർണമായ കാലമാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം ഇറങ്ങിയ സിനിമകൾ മിക്കതും നമ്മുടെ ഇൻഡസ്ട്രിയെ എല്ലായിടത്തും ഒരുപടി മുന്നിൽ നിർത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിൽ ഇൻഡസ്ട്രിയുടെ സീൻ തന്നെ മാറ്റിയിരിക്കുകയാണ് മഞ്ഞുമല്ലിലെ പിള്ള. ഫെബ്രുവരി 22-ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ സിനിമ വെറും 12 ദിവസങ്ങൾ കൊണ്ടാണ് 100 കോടി എന്ന നാഴികക്കല്ല് താണ്ടിയത്. അതിനുശേഷവും വിശ്രമമില്ലാത്ത കളക്ഷൻ കയറ്റമായിരുന്നു മഞ്ഞുമലിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. ഏറ്റവും വേഗത്തിൽ 100 കോടി കടക്കുന്ന രണ്ടാമത്തെ ചിത്രമായി മഞ്ഞുമൽ മാറുകയും ചെയ്തിരുന്നു. ആദ്യത്തേത് ടൊവിനോയുടെ 2018 ആണ്. പിന്നീട് ഓരോ ദിവസങ്ങൾ കടക്കുന്തോറും മഞ്ഞുമൽ ഓരോ സിനിമകളെയും പിന്നിലാക്കാനും തുടങ്ങി. 121 കോടി നേടിയ ലാലേട്ടന്റെ ലൂസിഫറിനെ അവർ ആദ്യം കടത്തിവെട്ടി. പിന്നീട് 134 കോടി രൂപ നേടിയ ലാലേട്ടന്റെ തന്നെ പുലിമുരുകനെയും പിന്നിലാക്കി. മലയാളത്തിലെ ആദ്യത്തെ 100 കോടി ചിത്രമായിരുന്നു പുലിമുരുകൻ. പിന്നീട് ബോയ്സിന് മുന്നിൽ ഉണ്ടായിരുന്നത് 175 കോടിയുമായി നിൽക്കുന്ന 2018 എന്ന ടൊവിനോ ചിത്രമായിരുന്നു. അങ്ങനെ അവസാനം അതിനെയും കടത്തിവെട്ടി 200 കോടി എന്ന സുവർണ ബോക്സ് ഓഫീസ് കളക്ഷൻ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നു. ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം നിർവഹിച്ച ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. സുഷിൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരൊറ്റ വാക്കുകൊണ്ട് പ്രേക്ഷകർക്ക് വലിയ ആവേശമായിരുന്നു സിനിമ കാണാൻ. പടം ഇറങ്ങിയപ്പോൾ സംഭവം ഇരിക്ക് എന്ന് പറഞ്ഞ പോലെ ആളുകൾ ആ പടം നെഞ്ചിലെത്തി. മലയാളത്തിനും അപ്പുറം തമിഴ്നാട്ടുകാർ സിനിമയെ പുകഴ്ത്താനും തുടങ്ങി. തമിഴ് സിനിമയെക്കാളും കാഴ്ചക്കാർ തമിഴ്നാട്ടിലൊരു മലയാള സിനിമയ്ക്കുണ്ടായി. തമിഴ്നാട്ടിൽ 10 കോടി കടക്കുന്ന ആദ്യം മലയാള ചിത്രമായി റെക്കോർഡിട്ടു. പിന്നീട് അവിടുത്തെ കളക്ഷൻ 50 കോടിയാക്കിക്കൊണ്ട് തങ്ങളുടെ റെക്കോർഡ് തന്നെ അവർ തിരുത്തി എഴുതി. സംഗീതം കൊണ്ടും ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടും അഭിനയം കൊണ്ടും എല്ലാം സിനിമ ഒരു പടി മുന്നിൽ തന്നെയായിരുന്നു. എറണാകുളത്തുകാർക്ക് ഏറെ പരിചിതമായ മഞ്ഞുമലിൽ നിന്നും ഒരു കൂട്ടം സുഹൃത്തുക്കൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും പിശാചിന്റെ അടുക്കളയെന്ന് വിശേഷിപ്പിക്കുന്ന ഗുണ കേവിൽ അവരിൽ ഒരാൾ വീണുപോകുന്നതും അതിനെ തുടർന്നുള്ള സർവൈവൽ ത്രില്ലറുമാണ് സിനിമ. കൂടെ പിറക്കാതെ പിറന്നവർ കൂടെയുണ്ടല്ലോ എന്ന് കുതന്ത്രം പാട്ടിൽ പറഞ്ഞ പോലെ സൗഹൃദത്തിന്റെ ആഴങ്ങളിലൂടെയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. കമൽഹാസന്റെ ഗുണ സിനിമയിലെ പ്രണയത്തിന്റെ പാട്ടായിരുന്നു കൺമണി അൻപോട് കാതലൻ എന്ന ഗാനമെങ്കിൽ മഞ്ഞുമലിലൂടെ അത് സൗഹൃദത്തിന്റെ ഗാനമായി മാറി. അത്രയധികം പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയ സിനിമ ഇന്ന് മലയാള ഇൻഡസ്ട്രിയുടെ ചരിത്രമാണ് തിരുത്തി എഴുതിയിരിക്കുന്നത്. മലയാളത്തിലെ യുവ താരനിരയുടെ സിനിമ എന്ന നിലയിലടക്കം പ്രത്യക്ഷമായും പരോക്ഷമായും സിനിമയ്ക്കെതിരെ വന്ന കൂരമ്പുകളുടെ മുനയൊടിക്കുന്ന മൂർച്ചയിലാണ് ഇപ്പോൾ മഞ്ഞുമൽ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. പുതിയ ചരിത്രങ്ങൾ കുറിക്കാനായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.